ADGP അജിത് കുമാർ. അദ്ദേഹം നല്ല ഹാർഡ് വർക്കറാണ്. നമ്മൾ കണ്ടു അവിടെ വയനാട്ടിൽ ഒരു വട്ട സമയം അദ്ദേഹം അന്ന് മുതലേ ത്രൂ ഔട്ട് ഏകദേശം 10-30 ദിവസം അവിടെ തന്നെ ചെലവഴിച്ച് പോലീസിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം കണ്ണൂരിലെ 2 പേരുടെ മിസ്സിങ്, കോഴിക്കോട്ടുള്ള ഒരാളുടെയും ഇടവണ്ണയിലുള്ള ഒരാളുടെയും മരണം. ഇടവണ്ണയിലെ മരണം എന്ന് പറയുന്നത് അത് വെടിവെച്ച് കൊന്നതാണ്. അത് വ്യക്തിവൈരാഗ്യം, ഒരു 2 പേര് തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണെന്നുള്ള രീതിയിലാണ് അതിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വിവാദമായി. കാരണം ആ കൊല്ലപ്പെട്ട പയ്യൻ്റെ മാതാപിതാക്കളും ഭാര്യയും പറയുന്നത് അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണ്. ഷാൻ എന്ന ഒരാളാണ് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുപോയി കൊടുത്തത്. അതുപോലെ മാമി എന്നൊരാൾ കോഴിക്കോട് ഉണ്ട്, വ്യവസായിയാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി 1 വർഷമായി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ കേസ് ഡയറിയിലെ അന്വേഷണം അവിടുത്തെ ലോക്കൽ പോലീസ്, അവിടുത്തെ ലോക്കൽ ക്രൈം ഡിറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ അവിടുത്തെ ADGPയുടെ നേതൃത്വത്തിലെ ഒരു അന്വേഷണം, സുജിത് ദാസും ആ ടീമിലുണ്ടായിരുന്നു. അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 2 കേസും. അതുകൊണ്ടാണ് ADGPയും സുജിത് ദാസും അത് സപ്രസ് ചെയ്ത് ആ അന്വേഷണം കറക്റ്റ് ട്രാക്കിൽ പോയില്ല എന്നാണ് PV അൻവർ പറഞ്ഞ ആരോപണത്തിൻ്റെ കുന്തമോനെ അതാണ്. അപ്പോൾ അത് എന്തായാലും വളരെ വിവാദമാണ്. ഏതായാലും സർക്കാർ അല്ലെങ്കിൽ DGP ഒരു ഉത്തരവിട്ടു, അത് ക്രൈംബ്രാഞ്ചിലേക്ക് ആ കേസ്, മാമിയുടെ കേസ് ക്രൈംബ്രാഞ്ചിൽ പോയി കഴിഞ്ഞു. ഇപ്പം മനസ്സിലാകുന്ന ആ കേസിനകത്ത് അദ്ദേഹത്തിൻ്റെ മിസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് 3 പേരെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പ്രൂവ് ചെയ്യാത്തത്? ആ കണ്ടെത്തിയ ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ ആൾക്കാരാണോ? അതും ആണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ടാണ് അന്വേഷണം നിന്നത്. അങ്ങനെ ആണെങ്കിൽ ആ സ്വർണ്ണക്കടത്തുമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന് ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടി വരും. അത് തന്നെയല്ല, പോലീസിന് എന്താ കാര്യം സ്വർണ്ണം ഉരുക്കിടുന്നിടത്ത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. 156ഓളം ലോക്കൽ പോലീസ് കേസുകൾ സുജിത് ദാസിൻ്റെ കാലഘട്ടത്തിൽ അവിടെ എടുത്തു, സ്വർണം തട്ടിപ്പോവായിട്ട്. ആ സ്വർണം മുഴുവൻ ഇമ്പ്യൂരിറ്റീസ് കഴിഞ്ഞ ലിക്വിഡായിട്ടോ സൊല്യൂഷനായിട്ടോ അങ്ങനെ വന്ന സ്വർണമാണ്. അത് പോലീസ് സ്റ്റേഷനിൽ ഒരാളെ ഇരുത്തി ആ സ്വർണവും ഇമ്പ്യൂരിറ്റീസും മാറ്റിയെടുക്കുന്ന പ്രക്രിയ അങ്ങനെ ഇന്ത്യയിൽ എങ്ങും അത് നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതൊരു ബിസിനസ്സാണ്. അതിനകത്ത് ഏത് പ്രൊവിഷൻ വെച്ചിട്ടാണ് ആ സുജിത് ദാസും സംഘവും ഈ സ്വർണം മാറ്റി പൂരിപ്പിച്ച് അത് അതിൻ്റെ പ്യൂരിറ്റി 22 കാരറ്റിലേക്ക് കൊണ്ടുവന്ന് ആ പ്രോസസ്സ്, അതിന് പോലീസിലോ നിയമത്തിലോ ഒരു വകുപ്പില്ല. അതിനകത്ത് വ്യക്തിപരമായ സാമ്പത്തിക നേട്ടം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രവർത്തിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോവില്ല, ആരും പോവില്ല. അപ്പോൾ അത് വലിയൊരു മേജർ കുറ്റം തന്നെയായിട്ട് കണക്കാക്കേണ്ടി വരും. ആ സ്വർണം ഉരുക്കിയത് തന്നെ, സ്വർണം തട്ടിച്ചതിന് കണക്കൊക്കെ വേറെ. അത് ചിന്നൻ ബഷീർ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്, തനിക്ക് ഈ സ്വർണം പൊട്ടിച്ചവരെ താൻ ഷെൽട്ടർ കൊടുത്തു എന്ന് പറഞ്ഞ് തന്നെ 1 മാസത്തെ ജയിലിലിട്ടു. പണം ചോദിച്ചു ഡാൻസ് ആപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇയാളുടെ 5 പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. മറ്റു പലരും പണം കൊടുത്ത് രക്ഷപ്പെടുന്നു. വലിയധികം ആരോപണങ്ങൾ ഈ സ്വർണ്ണ കേസുമായിട്ട് വന്നു കഴിഞ്ഞു. അതിന് ഉത്തരം പറയേണ്ടി വരും സുജിത് ദാസും, അതോടൊപ്പം തന്നെ അത് സൂപ്പർവൈസ് ചെയ്യുന്ന ADGPയും ഉത്തരം പറയേണ്ടി വരും. അതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ മലപ്പുറം SP ഇപ്പം ഈ കേസെല്ലാം CBIക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തു. നന്നായി എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ ടോപ്പ് മോസ്റ്റിലുള്ള ഒരു ADGPയും ഒരു പ്രൊമിനൻ്റായ ഒരു SPയും കൂടെ ചെയ്യുന്ന പണിയാണ് ഇത്. അതുകൊണ്ട് അതിനകത്ത് പോലീസ് അതിന് ഉത്തരവാദിത്തം കഴിയില്ല. അവർ വ്യക്തിപരമായി ചെയ്യുന്ന പ്രവർത്തികൾ അവർ തന്നെ അനുഭവിക്കണം എന്ന് തന്നെയായിരിക്കണം മലപ്പുറം SP ശശിധരൻ്റെ ആ ഒരു ചിന്ത. അതുകൊണ്ടാണ് അദ്ദേഹം അത് പോലീസിന് പരിക്കേൽക്കാതെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിക്കേൽക്കാതെ ഇവർ ചെയ്ത പ്രവർത്തികൾ അവരുടെ തലയിൽ തന്നെ ഇരിക്കണം എന്ന് കണക്കാക്കിയിട്ടായിരിക്കണം അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുത്തത്. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ പോലീസിലെ ADGP ആയിട്ട് ഇരിക്കുന്നിടത്തോളം, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ ഇരിക്കുന്നിടത്തോളം കാലം സ്വാധീനിക്കും. കീഴിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഒന്നുകൂടെ ചിന്തിക്കും, അതൊന്ന് മയപ്പെടുത്തും. അങ്ങനെയൊക്കെ തന്നെ അത് കേസ് അത് എങ്ങും എത്താതെ പോകും എന്ന് കരുതിയിട്ടാവണം അവിടുത്തെ മലപ്പുറം SP ഇതൊരു CBI അന്വേഷണം
ത്തിന് കൊടുക്കണമെന്ന്. പക്ഷെ അത് DGP തള്ളിക്കളഞ്ഞു. അപ്പോൾ DGP ആ കേസിൻ്റെ അന്വേഷണം നടത്തിയിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസം അറിയാൻ സാധിക്കും.